വീണ്ടും ഇന്നലത്തേതിന് സമാനമായി രാത്രി 9 മണിയോടുകൂടിയാണ് 8 മണിക്ക് ശേഷമാണ് പല മേഖലകളിലും ഇങ്ങനെ ആക്രമണം ഉണ്ടായതായി, വെടിവെപ്പ് ഉണ്ടായതായി, സ്ഫോടന ശബ്ദം കേട്ടതായുള്ള വിവരങ്ങൾ വരുന്നത്. അപ്പോൾ അതിൽ ചില മേഖലകൾ അത് കൃത്യമായി നമ്മൾ പറഞ്ഞിരുന്നു. അതിനപ്പുറം പിന്നീടൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടി ഉണ്ടോ ഈ മണിക്കൂറുകളിൽ? അങ്ങനെയെങ്കിൽ അല്പം ആശ്വാസകരമായ വാർത്തകൾ ഈ മിനിറ്റുകളിൽ വരുന്നുണ്ട് എന്ന് വേണമല്ലോ കരുതാൻ. നിലവിലിപ്പോൾ ജമ്മുവിനടുത്ത് നഗ്രോട്ടയിൽ സൈനിക യൂണിറ്റിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. അത് അത്ര ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണെന്ന് തോന്നുന്നില്ല. ഒരു ജമ്മുവിനടുത്ത് നഗ്രോട്ടയുടെ സൈനിക യൂണിറ്റിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് എന്നുള്ള വിവരം ANI തന്നെയാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. നിരവധിയായിട്ടുള്ള ബ്ലാക്ക് ഔട്ടുകൾ പ്രഖ്യാപിച്ചു എന്ന വാർത്തകൾ വന്നതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ സൈനിക യൂണിറ്റിന് നേരെയും ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ പ്രകോപനം തുടരുകയാണോ എന്നുള്ളൊരു സംശയം തന്നെയാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. അത് വാർത്താ ഏജൻസി ടെററിസ്റ്റ് അറ്റാക്ക് എന്നാണ് പറയുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ മിലിറ്ററിക്ക് നേരെ ഒരു ഭീകരാക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം കരുതാനല്ലേ ജമ്മു കാശ്മീരിൽ നഗ്രോട്ടയിൽ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ANI അങ്ങനെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ജമ്മുവിനടുത്തുള്ള നഗ്രോട്ടയിൽ സൈനിക യൂണിറ്റിന് നേരെ ഭീകരവാദ ആക്രമണം ഉണ്ടായി എന്ന രീതിയിൽ തന്നെയാണ് ആ വാർത്ത നൽകുന്നത്. അപ്പോൾ കൂടുതൽ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. എന്നാലും ANI സംബന്ധിച്ച് നമ്മൾ എല്ലാവരും വിശ്വാസ്യതയിൽ എടുക്കുന്ന വാർത്താ ഏജൻസി എന്ന നിലയിൽ തന്നെ അതിൻ്റെ ഒരു ഗൗരവത്തോടെ തന്നെ കാണാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും സൈനിക യൂണിറ്റിന് നേരെയാണ് ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളതും ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു വിവരം തന്നെയാണ്. ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ 4ാമത്തെ മണിക്കൂറുകളിലേക്ക് പിന്നിടുമ്പോൾ ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും പ്രകോപനം തുടരുകയാണ് എന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാൻ വേണ്ടി കഴിയുന്ന വാർത്തകൾ കൂടിയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അസിത.